ചലച്ചിത്ര അക്കാദമിയിൽ വ്യക്തികൾ തമ്മിൽ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് അക്കാദമിക്ക് പുറത്ത് പരിഹരിക്കണമെന്ന് സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ പറയുന്നു. വിവാദ പരാമർശങ്ങളിൽ അക്കാദമി ചെയർമാൻ രഞ്ജിത്ത് വിശദീകരണം നൽകണം. ചലച്ചിത്ര അക്കാദമിയുടെ പ്രവർത്തനം തടസ്സപ്പെട്ടാൽ സർക്കാർ ഇടപെടുമെന്നും മന്ത്രി സജി ചെറിയാൻ വ്യക്തമാക്കുന്നു. ചലച്ചിത്ര അക്കാദമിയിൽ കാര്യമായ ഒരു പ്രശ്നമില്ല. വ്യക്തികൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അതൊക്കെ അക്കാദമിക്ക് പുറത്ത് പറഞ്ഞ് പരിഹരിച്ചോളും. ഉണ്ടായ വിവാദം ഇത് കഴിഞ്ഞിട്ട് ഞാൻ അവരെയെല്ലാം വിളിച്ചിട്ടുണ്ട്. അവര് ചില കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞിട്ടുണ്ട്. അത് പരിശോധിച്ചിട്ട് തീരുമാനമെടുത്ത് പരിഹരിക്കും. രഞ്ജിത്ത് വ്യക്തിപരമായി നടത്തിയ പരാമർശങ്ങളാണ്. അതിന് മറുപടി പറയേണ്ടത് തന്നെയാണ്. അക്കാദമിയെ ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിൽ അത് ബാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ആ പറഞ്ഞ കാര്യങ്ങളെ സംബന്ധിച്ച് ചിലർ പരാതി പറഞ്ഞിട്ടുണ്ട്. അത് ഈ സദസ്സ് കഴിയുമ്പോൾ അത് ചർച്ച ചെയ്ത് ആവശ്യം. നവകേരള സദസ്സിന്റെ പര്യടനം ഇന്ന് ആലപ്പുഴ ജില്ലയിലാണ്. വിവരങ്ങളുമായി ഷെവീദ് റാവുത്തർ നമുക്കൊപ്പം ചേരുന്നു. ഷെവീദ്, ഗുഡ് മോർണിംഗ്. ഇങ്ങനെയുണ്ട് ആലപ്പുഴയിൽ നവകേരള സദസ്സ് വന്നതിന് ശേഷം ജനങ്ങൾ പരാതി പറയാനൊക്കെ ജനങ്ങൾ കൂടുതലുണ്ടോ? എന്തൊക്കെയാണ് അവിടുത്തെ അവസ്ഥ? നവകേരള സദസ്സിൽ നിന്ന് എങ്ങനെ പോകും വിവരങ്ങൾ? വെരി ഗുഡ് മോർണിംഗ് എസ്കെൻ. ആലപ്പുഴ ബീച്ചിലാണ് ഞാൻ ഇപ്പോഴുള്ളത്. ഇവിടേക്ക് എത്താൻ തന്നെ കാരണം മന്ത്രിമാർ പ്രഭാത നടത്തിനായി എത്തിയത് ഇവിടെയായിരുന്നു. അവിടെ വെച്ചാണ് നമ്മുടെ നിയമമന്ത്രി പി രാജീവ്, അതേപോലെ തന്നെ മന്ത്രി സജി ചെറിയാൻ, ജില്ലയുടെ മന്ത്രിമാരായിട്ടുള്ള മന്ത്രി സജി ചെറിയാൻ, മന്ത്രി പി പ്രസാദ് അടക്കമുള്ളവർ നമ്മളെ കണ്ടത്, നമ്മളോട് സംസാരിച്ചത്. ആലപ്പുഴ ജില്ലയിലേക്ക് നവകേരള സദസ്സ് എത്തുമ്പോൾ വലിയ പ്രത്യേകത ഉള്ള ഒരു കാര്യം കൂടിയാണ്. കാരണം നിലവിൽ ഇപ്പോൾ ജില്ലയിലെ സംബന്ധിച്ച പലതരത്തിലുള്ള പ്രശ്നങ്ങളുണ്ട്. അത് കുട്ടനാട്ടിലെ കാർഷിക പ്രതിസന്ധി, നെല്ല് സംഭരണത്തിലെ ചില പ്രശ്നങ്ങൾ, അതേപോലെ തന്നെ മടവീഴ്ച അടക്കമുള്ള പ്രശ്നങ്ങൾ ഒരു ഭാഗത്ത് കിടക്കുമ്പോൾ അപ്പർ കുട്ടനാട്ടിൽ നമുക്കറിയാം ഈ നൂറിനാട്ടെ മണ്ണെടുപ്പ് അടക്കമുള്ള വിഷയങ്ങൾ ചർച്ചയാകും. അതിലടക്കം കാര്യമായ പരാതികൾ ഈ നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് ഉയരും എന്നുള്ളതാണ് നമുക്ക് ഇവിടെ നിന്ന് ലഭിക്കുന്ന വിവരം. ഏതായാലും ഇന്ന് രാവിലെ 9 മണിക്ക് പ്രഭാത യോഗം അത് ക്യാമിലോട്ട് എന്ന ഹോട്ടലിലാണ് നടക്കുന്നത്. ശേഷം ആലപ്പുഴയിലെ പൊതുയോഗം അത് STV സ്കൂൾ ഗ്രൗണ്ടിൽ നടക്കും. അമ്പലപ്പുഴയിലെ പൊതുയോഗം ഉച്ചയ്ക്ക് 3 മണിക്കാണ്. കുട്ടനാട്ടിൽ 4:30ക്കും പൊതുയോഗം നടക്കുന്നത്. നെടുമുടിയിലാണ് കുട്ടനാട്ടിലെ പൊതുയോഗത്തിന്റെ വേദി. അവിടെ അടക്കം ചില പ്രതിഷേധങ്ങൾക്കും നമ്മൾ പ്രതിഷേധങ്ങൾ ഉണ്ടാകുന്നുള്ള സൂചനകൾ കൂടെ വരുന്നുണ്ട്. ഹരിപ്പാടോടുകൂടി ഈ ഇന്നത്തെ പൊതുയോഗം, അതായത് ആലപ്പുഴ ജില്ലയിലെ ആദ്യ ദിവസത്തെ പൊതുയോഗം അവസാനിക്കും. പിന്നീട് കായംകുളത്തേക്കായിരിക്കും മന്ത്രിമാരുടെ സംഘം പോവുക. നാളെ വീണ്ടും ആലപ്പുഴ ജില്ലയിലെ കുറച്ച് ഭാഗങ്ങളും പത്തനംതിട്ട ജില്ലയിലെ കുറച്ച് ഭാഗങ്ങളിലൂടെ നവകേരള സദസ്സ് യാത്ര ചെയ്യും. ഏതായാലും നവകേരള സദസ്സിനൊപ്പം വിവാദങ്ങളുണ്ട്. അതിനൊപ്പം നിലവിലിപ്പോൾ സംസ്ഥാനത്ത് ഉയർന്നു കേൾക്കുന്ന പല വിവാദങ്ങൾക്കും മന്ത്രിമാർ മറുപടി പറയേണ്ടി വരും. മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് നിന്നും ഇന്ന് പതിവ് വാർത്താ സമ്മേളനം ഉണ്ടാകും. അദ്ദേഹവും കേരളത്തിൽ നിലവിലിപ്പോൾ നടക്കുന്ന രാഷ്ട്രീയ പ്രശ്നങ്ങളിൽ മറുപടി പറയും. എസ്കെൻ.